2002 ഡിസംബർ PT ടീച്ചറായ തരുണിന്റെയും അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥയായ സജിനയുടെ വിവാഹമായിരുന്നു. പിന്നീട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അഹമ്മദാബാദിൽ ജീവിച്ചു വരികയാണ്. ഫെബ്രുവരി 14, 2003 തന്റെ സ്വന്തം സഹോദരന്റെ വീട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാവിലെ 7 കൂടി തന്നെ തന്റെ ഭാര്യയായ സജിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തന്റെ സഹോദരന്റെ വീട്ടിലോട്ട് ഞാൻ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും 7 കൂടി തന്നെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സജിന വീട്ടിന്റെ ബാക്ക് ഡോറിൽ നിന്നും എന്തോ സൗണ്ട് കേട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ബെഡ്റൂമിൽ നിന്നും ഹാളിലോട്ട് പോവുകയാണ്. ആരാന്നറിയില്ല, ഒരുത്തൻ പെട്ടെന്ന് തന്നെ ഷാൾ എടുത്ത് സജിനയുടെ കഴുത്തിലിട്ട് മുറുക്കാൻ തുടങ്ങി. സജിന അവിടെ നിന്നും ഒച്ചനെ കരയാൻ വേണ്ടി നോക്കിയാണ്. ഷാള് മുറുങ്ങിയതോടുകൂടി തന്നെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് പുറത്തോട്ട് വന്നില്ല. അവിടെ നിന്നും ശ്വാസം കിട്ടാതെ തന്നെ അവിടെ കാലടിച്ച് അവൾ മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം അവളെ ബോഡി എടുത്ത് നേരെ കൊണ്ടുപോയി ബെഡ്റൂമിലിട്ടു. അവളെ കഴുത്തിൽ നിന്നും മാല മുറിച്ചു മാറ്റുകയാണ്. പിന്നീട് നേരെ പോയിട്ട് അലമാരയിൽ നിന്നും എന്തോ വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. എന്താണെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ 8:15 കൂടി തന്നെ തരുൺ വീട്ടിലോട്ട് വരികയാണ്. വീടിന്റെ മെയിൻ ഡോർ തുറന്നു നോക്കിയപ്പോൾ ഇവനിക്ക് കാണാൻ കഴിഞ്ഞത് ഹാളിൽ നിന്നും എന്തൊക്കെയോ സാധനം വെടിച്ചു വാരി ഇട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തരുണിന് മനസ്സിലായി. തരുൺ പെട്ടെന്ന് തന്നെ ബെഡ്റൂമിലോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇവനിക്ക് കാണാൻ കഴിഞ്ഞത് തന്റെ ഭാര്യ കഴുത്തിൽ കയറ് മുറുകിയ രീതിയിൽ, ഷാള് മുറുകിയ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന രീതിയിലായിരുന്നു തരുണിന് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ തന്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെ ഒച്ചയിട്ട് കരയാൻ തുടങ്ങിയാണ്. തൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സും കാര്യങ്ങളെല്ലാം വീട്ടിലോട്ട് ഓടി വന്നു. അതിനുശേഷം നെയ്ബേഴ്സ് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറഞ്ഞു. തരുൺ അവിടെ തന്നെ ബോധം കിട്ടി വീഴുകയാണ്. പെട്ടെന്ന് തന്നെ തരുണിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ വന്നു. അതിനുശേഷം പോലീസുകാർ അന്വേഷിച്ച് നോക്കുന്ന ടൈമിൽ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് കഴുത്തിൽ ഷാള് മുറുകിയ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന സജിനയായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു കൊണ്ടുവന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി. യാതൊരു തരത്തിലുള്ള ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊന്നും ആ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോഷണ ശ്രമമാണെന്ന് തോന്നുന്നു എന്ന് പോലീസുകാരോട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സജിനയുടെ കഴുത്തിൽ നിന്നും ഒരു മാല കട്ട് ചെയ്ത് എടുത്ത് പോയിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അലമാര സെർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അലമാരയിൽ നിന്നും സ്വർണമോ അതുപോലെ തന്നെ പണമോ യാതൊരു തരത്തിലും മോഷണം പോയിട്ടില്ല എന്ന് പോലീസുകാരോട് പറയുകയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ഡോഗ് സ്ക്വാഡിനെ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റൂം കൊണ്ടുപോയി സ്മെല്ലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഡോഗ് സ്ക്വാഡിനെ നേരെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. പുറത്ത് ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഡോഗ് സ്ക്വാഡ് കരഞ്ഞു. സജിനയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ നോക്കിയിട്ടാണ് കുരക്കുന്നത് എന്ന്. തരുണിന്റെ അമ്മയെ അന്നമ്മയെ നോക്കിയിട്ടാണ് ഡോഗ് കുരക്കുന്നത് എന്ന് സജിനയുടെ അമ്മ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നമ്മ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നമ്മക്ക് കാണാൻ കഴിഞ്ഞത് തരുൺ തൻ്റെ സ്വന്തം മകനായ തരുൺ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നതായിരുന്നു. അവൻ്റെ ഭാര്യയായിരുന്നു മരണപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടുകാരെല്ലാം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. യാതൊരു വിധത്തിലുള്ള ലീഡും കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇവളെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ നിന്നും അമ്മായിമ്മ പോരി എന്ന രീതിയിൽ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് തരുണിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്. അത്തരത്തിൽ യാതൊരു വഴക്കും കാര്യങ്ങളും വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശ്രീധരൻ കൊടുത്തതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സജിനയുടെ വീട്ടുകാരെ വിളിച്ച് പോലീസുകാർ ചോദിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം പോലീസുകാർ ശേഖരിച്ചു. ശ്രീധരത്തിന് സ്വർണവും കാര്യങ്ങളൊക്കെ വീട്ടുകാരെ ഈ തരുണിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് സജിനയുടെ വീട്ടുകാർ പറയുകയാണ്. പിന്നീട് ഇത് ദിവസങ്ങൾ പിന്നീട് ആഴ്ചകൾ പിന്നീട് മാസങ്ങളാകുകയാണ്. മാസങ്ങൾ പിന്നീട് വർഷങ്ങളായി. യാതൊരു തരത്തിലുള്ള കേസിന് ലീഡും കാര്യങ്ങളും ഇല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഈ കേസ് 10 വർഷമാകുകയാണ്. പോലീസുകാർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. സജിനയുടെ അച്ഛനും അമ്മയും ഗുജറാത്തിൻ്റെ അന്നത്തെ CM ആയ നരേന്ദ്രമോദിയുടെ അടുത്തോട്ട് പോവുകയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മകളെ കൊന്ന ആളെ കണ്ടുപിടിക്കുന്ന എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസ് നോക്കാൻ വേണ്ടിയിട്ട് DCP ദീപകിൻ്റെ കീഴിൽ ഒരു ടീമിനെ രൂപീകരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ദീപക്കും ടീം ഈ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചു വന്നു. ദീപക് ആദ്യമായിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ടായ ആളുകൾ എന്ന് പറയുന്നത് തരുണിൻ്റെ വീട്ടുകാരെ തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നമ്മയുടെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ ദീപക്കും ടീമും ട്രേസ് ചെയ്ത് നോക്കിയാണ്. പിന്നീട് ഇവൾ ആരൊക്കെയാണ് ഈ അന്നമ്മ വിളിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയി വിളിക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് ഈ കൊലപാതകം നടന്നതിന് ശേഷം സംശയാസ്പദമായിട്ട് പ്രദീപ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ നമ്പറിലോട്ട് ഈ അന്നമ്മ വിളിക്കുന്നതായി പോലീസുകാർ നോട്ട് ചെയ്യുകയാണ്. ഈ പ്രദീപിൻ്റെ നമ്പർ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് പോലീസുകാർ ട്രേസ് ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായി ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്ന്. ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും തപ്പിപ്പിടിച്ചിട്ട് പ്രദീപിനെ തപ്പി പോവുകയാണ്. പ്രദീപ് അവിടെ തന്നെയുള്ള പ്രൈവറ്റ് സ്കൂളിലെ ഒരു PT ടീച്ചർ
ഓഫീസറായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. തൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതേ അഡ്രസ്സിൽ സിംബ് ബാംഗ്ലൂരിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ അഡ്രസ്സും കാര്യങ്ങളും, അതായത് അഡ്രസ് പ്രൂഫും കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മോഷണം പോയി എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത്. ഈ ഇൻഫർമേഷൻ പോലീസുകാർക്ക് കിട്ടിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ബാംഗ്ലൂർ പോലീസിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ദീപക്കും ടീമും ബാംഗ്ലൂരിലോട്ട് തിരിക്കുകയാണ്. ദീപക്കും ടീമും ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ആ വീടിനടുത്തോട്ട് പോയി വാതിൽ മുട്ടി നോക്കിയാണ്. അപ്പോൾ നിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ വാതിൽ തുറന്നത്. പിന്നീട് നിഷയോട് ചോദിക്കുകയാണ് തങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന്. അവൾ പറഞ്ഞു പ്രദീപ് എന്ന്. അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും നിൻ്റെ അടുത്തുണ്ടോ എന്ന് നിഷാൻ്റെ അടുത്ത് ചോദിച്ചു. നിഷ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വിസമ്മതിക്കലായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ ഫോട്ടോയും കാര്യങ്ങളും എടുക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിരുന്നു പതിവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭർത്താവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങളെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന എവിടെയാണ് എന്ന് ചോദിച്ചു. ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും പോലീസുകാർ എടുക്കുകയാണ്. പിന്നീട് പോലീസുകാർ ആ ഓഫീസ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ദീപക് ടീമും അവിടെ എത്തി. ദീപക്കും ടീമും നോക്കിയാണ് ഈ പ്രദീപ് ആരാണ്, പ്രദീപിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള മാനേജറിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് പ്രദീപിനെ ഒന്ന് വിളിക്കാമോ എന്ന് പറഞ്ഞു. പ്രദീപിനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. അതായത് ഈ സജിനയുടെ ഭർത്താവായ തരുണിയായിരുന്നു പോലീസുകാർക്ക് അവിടെ കാണാൻ സാധിച്ചത്. പ്രദീപ് എന്ന പേരിൽ ഫേക്ക് ഐഡന്റിറ്റിയിൽ അവിടെ ജീവിച്ചു വന്നത്, പ്രദീപ് എന്ന ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിച്ചു വന്നത് ഈ തരുണായിരുന്നു. പോലീസുകാർ പെട്ടെന്ന് തന്നെ തരുണിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇവൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവൻ 2002 ഇവനിക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഇവനിക്ക് വേറെ ഒരുത്തി ഇഷ്ടമായിരുന്നു. അവളെ പേരായിരുന്നു അനിത. ഈ അനിത ഇവനിക്ക് ഇഷ്ടമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ അനിതയുടെ വീട്ടിൽ ഒരു കല്യാണാലോചനയും കാര്യങ്ങളും വന്നു. ഓൾമോസ്റ്റ് വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ അനിത തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് ഇവനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥയായ സജിനയുടെ വിവാഹം ഇവനിക്ക് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ സജിനയെ വിവാഹം കഴിച്ചു ഈ ഫെബ്രുവരി മാസമായപ്പോഴാണ് അനിത പറഞ്ഞത് എൻ്റെ വിവാഹം മുടങ്ങിപ്പോയി എന്ന്. ഇവനിക്ക് വീണ്ടും ഈ അനിതയുടെ കൂടെ ജീവിക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അതായത് തൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫെബ്രുവരി 14 വീട്ടിൽ നിന്നും ഇറങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അനിയൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പറയുകയാണ് ഇന്ന് നൈറ്റ് ഡിന്നറും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്ത് ഇവൻ സംസാരിക്കുകയാണ്. ഇവരാരും കാണാതെ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നതിന് ശേഷം വീട്ടിലോട്ട് വന്നത് തന്നെ ഇവൻ വീടിൻ്റെ ബാക്ക് ഡോർ വഴിയായിരുന്നു. ആ ബാക്ക് ഡോറിൽ നിന്ന് സൗണ്ടും കാര്യങ്ങളും കേട്ടപ്പോഴാണ് ഈ സജിന നേരെ ഹാളിലോട്ട് വരുന്നത്. ഹാളിലോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായ ഷാളി വെച്ച് അവളെ കഴുത്ത് മുറുക്കി അവളെ കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ച് അവിടെ കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം നേരെ കൊണ്ടുപോയി ബെഡ്റൂമിലിട്ടതിന് ശേഷം അവളെ കഴുത്തിൽ നിന്ന് മാലയും കാര്യങ്ങളും കട്ട് ചെയ്ത് അലമാരയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ മാല ഇവ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോഷണ ശ്രമമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നീട് അവിടെ തന്നെ നിന്നിട്ട് അനിതയെ വിളിക്കുകയാണ്. അനിതയെ ഫോൺ കോളിൽ വിളിക്കുകയാണ്. ലാൻഡ് ഫോണിൽ നിന്നും അനിതയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയായ സജിനയെ എടുത്ത് നമ്മളെ ബന്ധവും കാര്യങ്ങളും ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് ഇതിനു മുമ്പേ ഉണ്ടായ ബന്ധമല്ലേ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. എൻ്റെ ഭാര്യ എൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോവില്ല, അതൊക്കെ കൊണ്ട് തന്നെ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ ഒഴിവാക്കിയെന്ന് അനിതയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. പക്ഷെ അനിത ഇവൻ്റെ അടുത്ത് വേറൊരു കാര്യമായിരുന്നു പറഞ്ഞത്. ഒരു കൊലയാളിയുടെ കൂടെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടീമിലുണ്ടായ ഒരു പോലീസുകാരെനിക്ക് ഇവൻ്റെ മേലെ സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ 2 ദിവസം അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ഇവൻ്റെ മേൽ സംശയം മാത്രമായതുകൊണ്ട് തന്നെ ഇവനെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. പിന്നീടായിരുന്നു ഈ ഡോഗ് വന്ന് പുറത്തു നിന്നും കുരച്ചത്. ഈ ഡോഗ് പുറത്തു വന്ന് കുരച്ചപ്പോൾ ഈ അന്നമ്മയെ നോക്കിയിട്ടായിരുന്നില്ല കുരച്ചത്. ഈ അന്നമ്മയുടെ ബാഗിൽ ഇവനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ നിഷയെ ഇവൻ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത്, അതായത് ഇവൻ ഈ പ്രദീപിൻ്റെ അടുത്ത് നിന്നും ഫേക്ക് ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഇവനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രദീപിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് പുറത്ത് നല്ലൊരു ജോലിയാണ് നോക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രദീപിൻ്റെ അടുത്ത് നിന്നും ഇവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അഡ്രസ് പ്രൂഫും അതുപോലെ തന്നെ ഇവൻ്റെ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഈ പ്രദീപും തരുണും ഒരുമിച്ചായിരുന്നു പഠിച്ചത്. രണ്ടുപേരും PT ടീച്ചറായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അഡ്രസ്സും കാര്യങ്ങളും വെച്ച് ഇവൻ നേരെ പൂനെയിലോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇവൻ ലൈസൻസ് എടുത്തു. ഈ പ്രദീപിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ അവൻ അവിടെ ലൈസൻസ് എടുക്കുകയാണ്. പിന്നീട് തൻ്റെ പാസ്പോർട്ടിലെ അഡ്രസ്സും കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോയി. ബാംഗ്ലൂർ പോയതിന് ശേഷമാണ് നിഷയെ കാണുന്നത്. അതായത് ഈ സജിനയുടെ അടുത്ത് നിന്നും ശ്രീധരൻ വാങ്ങിച്ച സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടായിരുന്നു. അതായത് സ്വർണവും അതുപോലെ തന്നെ പണവും ധാരാളം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് നിഷയെ ഇവൻ കണ്ടു. നിഷയെ കണ്ടതിന് ശേഷം ഇവളടുത്ത് പോയി സംസാരിച്ചത് താൻ ഒരു അനാഥനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു നിഷയുടെ അടുത്ത് സംസാരിച്ചത്. അതിനുശേഷം ഇവളെ വിവാഹം കഴിക്കുകയാണ്. ഇവളെ കീഴിൽ തന്നെ ഇവനിക്ക് 2 കുട്ടികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2009 ഇവൻ്റെ അമ്മയായ അന്നമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ അന്നമ്മ വീട്ടിലോട്ട് വരുത്തുണ്ടായിരുന്നു. നിഷയുടെ അടുത്ത് പറഞ്ഞത് തൻ്റെ വളർത്തമ്മയാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷ. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.